എൻ്റെ പേര് ജസ്ലിൻ ജോയ്. ഞാൻ കണ്ടശാങ്കടവ് നിന്നാണ് വരുന്നത്, തൃശ്ശൂർ. എൻ്റെ സ്വന്തം വീട് കൂനമ്മാവാണ്. ഞാൻ 2021 ഏപ്രിൽ 30 ഓൺലൈനാണ് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ അതിന് മുന്നേ സാക്ഷ്യങ്ങളും യൂട്യൂബിലെ പ്രസംഗങ്ങളും എല്ലാം കേട്ടിരുന്നു. ഉടമ്പടി അതുവരെ എടുത്തിട്ടില്ല. എന്നാലും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ താലിയിൽ ഇവിടുത്തെ കാശ് രൂപം എപ്പോഴും താലിയിൽ കൊളത്തിയിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ ആൻറ്റി സ്ഥിരം എപ്പോഴും പറയുമായിരുന്നു, അപ്പച്ചൻ്റെ പെങ്ങൾ മോളി ആൻറ്റി എപ്പോഴും പറയുമായിരുന്നു ഇവിടുത്തെ ഉടമ്പടിയും അനുഗ്രഹങ്ങളെ പറ്റിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ താലിയിൽ എപ്പോഴും ഇവിടുത്തെ കാശ് രൂപം കൊളത്തിയിട്ടിരുന്നു. ഞങ്ങൾക്ക് 2 വർഷമായിട്ട് കുട്ടികളാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി ചികിത്സയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനി കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ട്രൈ ചെയ്തിട്ടും കുട്ടികളാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമവും സങ്കടമൊക്കെ ആയി. അതിനുശേഷം ഏപ്രിൽ 30 ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. അന്ന് കൊറോണയുടെയൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഓൺലൈനാണ് ഉടമ്പടി എടുത്തത്. കൊറോണയുടെയൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഓൺലൈനായിട്ട് തന്നെ ഉടമ്പടി എടുത്തു. ഏപ്രിൽ 30 ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ 6 നിയോഗങ്ങൾ വെക്കണം. അതിനകത്ത് 6 നിയോഗങ്ങളും വെച്ചു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് പത്രവും അങ്ങനെയൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ സാക്ഷ്യങ്ങളും അതെല്ലാം അയച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന, എൻ്റെ കയ്യിൽ ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ കാലത്ത് അച്ഛൻ്റെ യൂട്യൂബിലിടുമ്പോൾ അതിൻ്റെ കൂടെയാണ് ഞാൻ ചെല്ലിയിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വൈകുന്നേരവും സന്ധ്യ പ്രാർത്ഥനയും അച്ഛൻ്റെ യൂട്യൂബിലിടുമ്പോൾ അതിൻ്റെ കൂടെ ഞാനിരുന്ന് ചെല്ലും, അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ മെയ് മാസം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാലും ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളാവണം എന്നുള്ളത്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നു, മെയ് മാസം ചെന്നു, ചെക്കപ്പ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഒരു സ്കാനിങ് ടെസ്റ്റും കൂടി ചെയ്ത് നോക്കാം, അതിനകത്ത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കാം, കാരണം ഇതുവരെ ആയിട്ടില്ലെങ്കിൽ നമുക്കിനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇത്തിരി പെയിൻഫുള്ളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് പേടിയായി. ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ പെയിൻഫുള്ളായിട്ടുള്ള പ്രോസസ്സാണെന്ന് പറയുന്നുണ്ട് ഡോക്ടർ. അപ്പോൾ ഡേറ്റായി 3-ാമത്തെ ദിവസം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, മാതാവിനോട് തന്നെ നീ പറ, എന്തുണ്ടെങ്കിലും മാതാവിനോട് പറ, മാതാവ് വേദനിപ്പിക്കാതെ മാതാവിനോട് പറ, വിഷമിപ്പിക്കല്ലേ മാതാവേ എന്ന് പറയാൻ പറഞ്ഞു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പിറ്റേ മാസം കറക്റ്റ് ഏപ്രിൽ 30 ഞാൻ എടുത്തു. പിറ്റേ മാസം എനിക്ക് മാതാവ് പ്രഗ്നൻസി പോസിറ്റീവാണെന്ന് തന്നു. അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ ഞാൻ ടീച്ചറാണ്, ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അപ്പോൾ ഞാൻ ക്ലാസ്സുകൾ അതിൻ്റെ കൂടെയാണ് എടുത്തിരുന്നത്. ഒരുപാട് സ്ട്രെസ്സും ഞെരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ്സിൻ്റെ ഷെഡ്യൂൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എന്നാലും ഞാനത് കുഴപ്പമില്ലാതെ ഫോണും ലാപ്പൊക്കെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നാലും പ്രാർത്ഥനയിലൊക്കെ അത് കീപ്പപ്പായി പോയി. അതിനുശേഷം എനിക്ക് ഫെബ്രുവരിയിലായിരുന്നു എൻ്റെ ഡേറ്റ്. പക്ഷെ ജനുവരിയിൽ ചെക്കപ്പിന് ചെന്നപ്പോൾ പ്രഷർ വളരെ കൂടുതലായിരുന്നു. വളരെ കൂടുതലെന്ന് പറഞ്ഞാൽ ഫിക്സ് വരാൻ സാധ്യതയുള്ള അത്രയും പ്രഷർ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ തന്നെ അവിടെ ലേബർ റൂമിൽ കയറ്റി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫിക്സ് വന്നു. അപ്പോൾ എന്തായാലും അമ്മയോ കുഞ്ഞോ എന്നുള്ളൊരു ഇതിലായിരിക്കും, അല്ലെങ്കിൽ 2 പേരും ഉണ്ടാവില്ല, കാരണം അത്രയ്ക്കും സീരിയസ് കണ്ടീഷനായി. അപ്പോൾ വേഗം ഓപ്പറേഷൻ ചെയ്തു. 2 പേരെയും, കുഞ്ഞിനെയും പുറത്തെടുത്തു. ഞാനും ICUവിലായിരുന്നു. അപ്പോൾ കുഞ്ഞിനെയും NICUവിൽ തന്നെ, കാരണം അവന് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് എടുക്കേണ്ട വന്നതുകൊണ്ടും പ്രഷർ പെട്ടെന്ന് കയറിയത് കൊണ്ടും അവന് ഓക്സിജൻ ലെവലൊക്കെ ഭയങ്കരമായിട്ട് താണു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിക്ക് റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. ഓക്സിജൻ ലെവലൊക്കെ ഭയങ്കര കുറവായിരുന്നു. അവൻ NICUവിലായിരുന്നു. ICUവിൽ കിടക്കുമ്പോൾ തന്നെ എനിക്ക് പിന്നെയും ഫിക്സ് വന്നു. അപ്പോൾ ആദ്യത്തെ 8 ദിവസത്തിനുള്ളിൽ ഇനിയും ഒരു തവണയും കൂടി വരാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു, കാരണം അത് ഡേഞ്ചറാണ്. അപ്പോൾ ഞാനുള്ളിലിരുന്നതൊന്നും അറിയുന്നില്ല, പക്ഷെ പുറത്തിരുന്ന് അപ്പച്ചനും അമ്മച്ചിയും ഒരുപാട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിനോട്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ മാതാവ് 8 ദിവസം ഒരാപത്തും കൂടാതെ പിന്നെ എനിക്കത് വന്നില്ല. ഞങ്ങളെ രക്ഷിച്ചു പോന്നു. അതിനുശേഷം വീട്ടിലേക്ക് വന്നു. കുഞ്ഞായിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കുഞ്ഞിനെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവൻ ജനിച്ചത്. അവന് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഒരുപാട് സങ്കടമായിരുന്നു.
അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ അവന് ചെറുതായിട്ട് ഇങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ഉറക്കത്തിലേക്ക് അവൻ പോകുമ്പോൾ അവനൊരു ചെറിയ ഞെട്ടൽ പോലെ ഒരു പെടപ്പ് അവന് വന്നിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ ചിലപ്പോൾ ഇനി പാല് കുടിക്കണ കുറവായിട്ടായിരിക്കും എന്നൊക്കെ കരുതി. പിന്നെയും അത് കൂടിക്കൂടി വരാൻ തുടങ്ങി. ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ പ്രീമെച്യൂർ ബേബീസിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അത് നോർമലാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ടു. പക്ഷേ എന്നിട്ടും അത് നിൽക്കുന്നില്ല, പിന്നെയും അത് കൂടുകയാണ്. അവൻ ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി, കരയാൻ തുടങ്ങി അവൻ. അപ്പോൾ പിന്നെയും ഞങ്ങൾ ചെന്നു ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് വീഡിയോ എടുത്തിട്ട് വരാൻ പറഞ്ഞു. വീഡിയോ എടുത്തു, അവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ഫിക്സാണ്, ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്, ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കരുത്, വേഗം ന്യൂറോ കൺസൾട്ടേഷൻ ചെയ്തിട്ട് EG എടുക്കണം, അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻസും മെഡിസിൻസും സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറോട് പെട്ടെന്ന് ആ സമയത്ത് ഞങ്ങൾ ചോദിച്ചു EGയിൽ വേരിയേഷൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് EGയിൽ വേരിയേഷൻ കണ്ടാൽ അതൊരു മേജർ ഇഷ്യൂ ആണ്, ഞാൻ അഡ്മിറ്റ് ചെയ്യും, കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യങ്ങളോ അല്ലെങ്കിൽ അവന് വളർച്ചാ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ഇത് വരും, ചിലപ്പോൾ അവന് തല ഉറക്കില്ല, അവന് സ്വന്തമായിട്ട് ഇരിക്കാനോ അവൻ്റെ കാര്യങ്ങൾ ചെയ്യാനോ നടക്കാനോ ഒന്നും സാധിക്കില്ല, അത് നമുക്ക് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ EGക്ക് കയറി. EG റൂമിൽ ചെന്നപ്പോൾ ഡോക്ടർ അന്ന് 2 ദിവസമേ ഉള്ളൂ, അന്നും പിറ്റേ ദിവസം ഉച്ച വരെ ഉള്ളൂ. അപ്പോൾ 3 മണിക്കൂറത്തെ EG ആണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവൻ EGക്ക് സെഡേഷൻ കൊടുത്തു, പക്ഷേ സെഡേഷന് കൊടുത്തിട്ടും കുട്ടി ഉറങ്ങുന്നില്ല. ഉറങ്ങിയാൽ EG എടുക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 3 മണിക്കൂറത്തെ EG ആണ്. പൊട്ടും അവൻ ഉറങ്ങുന്നില്ല, സെഡേഷൻ കൊടുത്തിട്ടും അവൻ ഉറങ്ങുന്നില്ല. അപ്പോൾ വലിയ ആളുകൾക്ക് പോലും സെഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങും, പക്ഷേ ഇവന് എന്ത് ചെയ്തിട്ട് ഉറങ്ങുന്നില്ല. സാധാരണ ഇത്രയും കുഞ്ഞു കുട്ടികൾക്ക് സെഡേഷൻ്റെ ആവശ്യം വരാറില്ല, പാല് കുടിച്ച് അവർ ഉറങ്ങാറാണ് പതിവ്. പക്ഷേ ഇവൻ എന്ത് ചെയ്തിട്ട് അവൻ ഉറങ്ങുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കത് EG കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ആവും എന്നുള്ളൊരു കണ്ടീഷൻ എത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സങ്കടമായി. എന്നാലും വൈകുന്നേരം EGക്ക് കയറ്റി 1 മണിക്കൂർ ഒരു വിധത്തിൽ ഞങ്ങളെടുത്തു. EG അവരെടുത്തു. പിറ്റേ ദിവസം വരാൻ പറഞ്ഞു, കാരണം ഇന്ന് ഒട്ടും എടുക്കാൻ പറ്റുന്നില്ല, അവൻ ഒട്ടും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. സെഡേഷൻ കൊടുത്തിട്ടും കൊച്ചൊട്ടും സമ്മതിക്കുന്നില്ല. പിറ്റേ ദിവസം കാലത്ത് നിങ്ങൾ വാ, അപ്പോൾ ഡോക്ടർ ഉച്ചവരെ ഉള്ളൂ, അപ്പോൾ അത് വേഗം എടുത്തിട്ട് പോകാം എന്ന് പറഞ്ഞു. കാലത്ത് ഞങ്ങൾ ചെന്നു. അന്ന് രാത്രി ഫുള്ള് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് വേറെ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു തരണേ, EGയിൽ വേരിയേഷൻസ് ഒന്നും ഇല്ലാതെ തരണേ, അതുപോലെ തന്നെ കുട്ടിക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിച്ചാലേ അവന് EG കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എൻ്റെ കൂടെ അമ്മ EG മുറിയിലോട്ട് കയറി. അപ്പം അമ്മയാണ് കുഞ്ഞിനെ കിടത്തിയത്. അതുവരെ സെഡേഷൻ കൊടുത്തിട്ടും ഉറങ്ങാതിരുന്ന എൻ്റെ മോൻ അന്ന് 3 മണിക്കൂർ ഒരു കുഴപ്പമില്ലാതെ, ഒട്ടും അനങ്ങാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവൻ കിടന്നുറങ്ങി. 3 മണിക്കൂർ അവൻ കിടന്നുറങ്ങി. കറക്റ്റ് EG കഴിഞ്ഞ സമയത്താണ് അവൻ എണീറ്റത്. ആ 3 മണിക്കൂർ, 9 മണിക്ക് 9:30 ആയപ്പോൾ ഞങ്ങൾ കയറി. 11:30, 12:30 വരെ അവൻ നല്ലോണം ഉറങ്ങി. 11:30 ആയപ്പോൾ അവർ വേറൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എണീറ്റെങ്കിലും അവൻ അപ്പം തന്നെ ഉറങ്ങി അവൻ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ ആ EG മുറിയിലിരുന്നപ്പോഴും ഞങ്ങൾക്ക് ആദ്യമാണ്, കാരണം കുട്ടിക്ക് വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഒരുപാട് വേദന തിന്നിട്ടുണ്ട്, കാരണം അതുവരെ ആ കുഞ്ഞിനെ നല്ലോണം സന്തോഷത്തോടെ ലാളിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപാട് സങ്കടമായിരുന്നു, കാരണം എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ അവന് ഒരുപാട് പ്രതീക്ഷയോടെ ജനിച്ച ഒരു കുഞ്ഞാണ്. അപ്പോൾ അവന് വേണ്ടതെല്ലാം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ ഹെൽത്തൊന്നും അതിന് സമ്മതിച്ചിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ആ EG മുറിയിലിരുന്ന് ഞാൻ കുഞ്ഞിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ പറഞ്ഞതേ, മാതാവേ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണിപ്പോൾ, ഞാൻ അവിടെ വന്നു നിന്ന് പറയുന്ന സാക്ഷ്യം ഞാനിപ്പോൾ എൻ്റെ മോൻ്റെ മുമ്പിലിരുന്ന് പറയുകയാണ്. എൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല എന്ന് മാതാവിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ പറയുന്ന സാക്ഷ്യം എന്തേ ഞാൻ പറയുകയാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് മാതാവിനോട് ഇപ്പോൾ പറയുന്ന സാക്ഷ്യം ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു. എൻ്റെ പേര് ജസ്ലിൻ ജോയ്, ഞാൻ കണ്ടശാങ്കടയിൽ നിന്ന് വരുന്നു എന്നുള്ള സാക്ഷ്യം ഞാൻ അവിടെ നിന്ന് പറഞ്ഞു. കുറച്ച് പതുക്കെ ഉറക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം EG കഴിഞ്ഞ് പുറത്തിറങ്ങി, ഡോക്ടർ വന്നു. പക്ഷേ EGയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അത് മാതാവിനോട് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ കരുതി ആ കുഴപ്പമില്ല, മാതാവ് മാറ്റിക്കോളും. ഉള്ളിൽ പേടിയും സങ്കടമൊക്കെ ഒരുപാടുണ്ട്, ആദ്യമൊക്കെ ഉണ്ടെങ്കിലും മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സാക്ഷ്യം വരുമ്പോൾ ഞാൻ അന്ന് അവിടെ ഇരുന്ന് കണ്ടു, ഞാനിവിടെ നിന്ന് സാക്ഷ്യം വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെയും കൂടെ ഞാൻ വരും, ഞാനിവിടെ ഇരുന്ന് പറയുന്നുണ്ട്, മാതാവിൻ്റെ മുമ്പിലിരുന്ന് ഞാൻ പറയുന്നത് ഞാൻ കണ്ടു.
അപ്പോൾ മാതാവ് എന്നെ അവിടെ കൊണ്ടുപോയിരിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുട്ടിക്ക് വേരിയേഷൻ ഉണ്ട്, ലെഫ്റ്റ് ബ്രെയിനിൽ ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ MRI സ്കാൻ ചെയ്യണം. പക്ഷെ അതിന് മുന്നേ നമുക്ക് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് തൽക്കാലം ഞാനിപ്പോൾ വീട്ടിലേക്ക് മരുന്നുകൾ തന്നു വിടാം പറഞ്ഞു. വീട്ടിലേക്ക് വന്നു. ഞങ്ങളെല്ലാവരും മാനസികമായി തകർന്നു. കാരണം ഒരു കുഞ്ഞാണ്. അപ്പോൾ അവന് പെട്ടെന്ന് ഇത്രയും വലിയ മരുന്നുകൾ, കുറേ ഗുളികകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പാലിൽ കൊടുക്കുമ്പോഴും കയ്പുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ കുഞ്ഞ് കഴിക്കുന്നില്ല. പാല് പോലും കുടിക്കാതെയായി ലാസ്റ്റ് അവൻ. ഞാനടുത്ത് ചെല്ലുമ്പോൾ കുഞ്ഞിന് പേടിയായി. മരുന്ന് കൊടുക്കുകയാണെന്നുള്ള ഇതിൽ മരുന്ന് കൊടുക്കുമ്പോൾ അത് ആകെ ഒരു വിഷമത്തിലായി എല്ലാവരും. അപ്പോൾ നേരത്തെ 1-2 തവണ പിടച്ചിരുന്ന എൻ്റെ മോൻ പിന്നെ കയ്യിലിരുന്ന് 50, 60, 70 തവണയിൽ കിടന്ന് പിടക്കാൻ തുടങ്ങി. അവന് ഉറങ്ങാൻ തീരെ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഒട്ടും അവനെ കിടത്താൻ പറ്റണില്ല. അവന് കൊച്ചു കടന്ന് കരച്ചിൽ തന്നെ, പിടക്കൽ തന്നെ, ഞെട്ടൽ തന്നെയാണ് കുഞ്ഞ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് മരുന്ന് സ്റ്റോപ്പ് ചെയ്യാം, കുറച്ചും കൂടി അവന് മരുന്ന് താങ്ങാനുള്ള ആവതായിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം, എന്തെങ്കിലും ഫേസ് ചെയ്യാം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചു. എന്നാലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന നിലയിൽ വേറെ ഡോക്ടേഴ്സിനെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. വേറെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നു. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ ഡോക്ടർ വേരിയേഷൻ കണ്ടപ്പോൾ, ആദ്യം അവർ നോർമലാണെന്ന് പറഞ്ഞെങ്കിൽ വേരിയേഷൻ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് മരുന്ന് കൊടുത്ത് തന്നെ തീരുള്ളൂ, ഇത് ഇഷ്യൂ ആണ്, എന്തെങ്കിലും ഒരു ഇവരുടെ വളർച്ചാഘട്ടത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം വരും എന്ന് പറഞ്ഞു. ചിലപ്പോൾ അവർക്ക് ഇരിക്കാനോ, അത് ആ സെയിം ഒപ്പീനിയൻ തന്നെ ഈ ഡോക്ടറും പറഞ്ഞു. അത് കഴിഞ്ഞ് അമേരിക്കയിലൊരു ഡോക്ടറുണ്ട്, പീഡിയാട്രീഷ്യൻ. അപ്പോൾ അവർക്കും അയച്ചു കൊടുത്തു. ന്യൂറോൻ്റെ അവരുടെ റിസൾട്ടും ഒക്കെ അവിടുത്തെ ന്യൂറോനും ഒക്കെ അവർ കാണിച്ചു. അപ്പോൾ അവരൊക്കെ സെയിം ഒപ്പീനിയൻ തന്നെ പറഞ്ഞു. അപ്പോൾ ആകെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം മരുന്ന് കൊടുത്തിട്ട് കുട്ടിക്ക് കൂടുകയാണ്, അവനൊട്ടും അതിനോട് റിയാക്ട് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ സെയിം ഹോസ്പിറ്റലിലേക്ക്, ആ മരുന്ന് വന്ന ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത്രയും തവണ ഞെട്ടുന്ന കുട്ടിക്ക് നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ മരുന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്? ആ കുട്ടീനെ നിങ്ങൾ എന്താണ് കൊല്ലാൻ പോകണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനാണത് കേട്ടപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ആകെ വെപ്രാളായി. ആ വെപ്രാളത്തിൽ ഞാനവന് മരുന്ന് കൊടുത്തപ്പോൾ മാത്രമേ അവൻ എന്നെ നോക്കി ഭയങ്കര കരച്ചിലാണ് കരഞ്ഞത്. ഒരുപാട് സങ്കടത്തോടെ അവൻ എന്നെ നോക്കി കരഞ്ഞു. അതിനുശേഷം പിറ്റേ ദിവസം അമ്മ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയേക്കായിരുന്നു. അപ്പോൾ അമ്മ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അന്ന് അവർ ഇല്ലാഞ്ഞ സമയത്ത് ഫുള്ള് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ ഒരു ഡോക്ടറായിട്ട് വന്ന് എൻ്റെ മോനെ ചികിത്സിക്ക്, തന്ന മരുന്ന് എൻ്റെ മോന് പറ്റണില്ല, ഞാൻ എന്ത് ചെയ്യും? ഞാൻ കാരണം എൻ്റെ മോൻ മരിച്ചു പോകരുത്, മരുന്ന് കൊടുക്കാത്തത് കൊണ്ട് എൻ്റെ കുഞ്ഞ് മരിച്ചു പോകരുത്, നീ ഡോക്ടറായിട്ട് വാ, ഞാൻ വേറെ ആരും ഇല്ല എനിക്ക്. അപ്പം അല്ലെങ്കിൽ നീ ഒരു ഡോക്ടറിനെ എനിക്ക് കാണിച്ചതാ, കുഞ്ഞിന് പറ്റുന്ന മരുന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡോക്ടറായിട്ട് നീ വാ, അല്ലെങ്കിൽ ആരെങ്കിലും എനിക്കൊന്ന് കാണിച്ചതാ എന്ന് പറഞ്ഞു. ഞാൻ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞതല്ലേ, എന്താണ് നീ ഇങ്ങനെ എന്നോട് കാണിക്കണമെന്ന് ചോദിച്ചു. അമ്മ ഒരാവശ്യം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അമ്മ എന്നോട് പെട്ടെന്ന് അമ്മ പറഞ്ഞു, എടി ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, നമുക്ക് അവിടെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാം എന്ന് പറഞ്ഞു. അപ്പം എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നടന്നു, അപ്പോൾ ഞാൻ അവിടെയും കൂടി ഒന്ന് കാണിച്ചേക്കാം, ചിലപ്പോൾ മാതാവ് കാണിച്ചതാണെങ്കിലോ എന്ന് കരുതി കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ പോയി. അവിടെ ചെന്ന മാത്രമേ ഡോക്ടർ ഇവനെയും എന്നെയും റിസൾട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതൊക്കെ കണ്ട് ആദ്യം വ്യാകുലതയും കൂടിയല്ലേ, പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇതെല്ലാം ഞാൻ മാറ്റിത്തരാം, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തേക്ക്, ഞങ്ങൾക്കൊന്നും ഇങ്ങനെ കുഞ്ഞിന് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പ്രവചിക്കാനുള്ള ഒരു കഴിവുമില്ല, നമുക്ക് തരാം, അവൻ്റെ വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു കുഴപ്പം അവനുണ്ടാവില്ല, 100% ഞാനിത് മാറ്റിത്തരാമെന്ന് പറഞ്ഞ് എനിക്ക് നല്ല കോൺഫിഡൻസ് തന്നു. അന്ന് മുതൽ ഞാൻ എൻ്റെ മോന് നല്ല ഒരു സമാധാനത്തോടെ എനിക്ക് പാല് കൊടുക്കാൻ സാധിച്ചു. അതുവരെ ഉള്ളിൽ ആദ്യമായിരുന്നു. ഞാൻ ഡോക്ടറോട് പിന്നെയും ചോദിച്ചു, ഇത് മാറുമോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു 100% മാറും, താൻ പേടിക്കണ്ട, ഞാൻ എന്തായാലും മാറ്റിത്തരാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും ഉള്ളിൽ ബ്രെയിനിൻ്റെ ഞരമ്പിന് പച്ചേക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതായിരുന്നു. എങ്കിലും വിശ്വസിച്ച് ഞങ്ങൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരാം എന്നുള്ള എല്ലാവരും, ആൻറ്റി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു. ആൻറ്റി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ആൻറ്റി കുട്ടിക്ക് വേണ്ടിയിട്ട് അച്ഛനെ കണ്ടപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, അച്ഛനെ കാണാനൊരു അവസരം കിട്ടിയപ്പോൾ ആൻറ്റി കുട്ടിയുടെ കാര്യം പറഞ്ഞു.
അപ്പോൾ ആൻറ്റി ഒരു കാശ് രൂപ എന്നിട്ട് തന്നു. ഉടമ്പടി തൈലം കുറച്ച് കുഞ്ഞിന് തന്നു, ഇങ്ങനെ ഞെട്ടൽ വരുമ്പോൾ പെരട്ടാനായിട്ട്. അപ്പോൾ അവൻ്റെ കാശ് രൂപം വന്ന് മാമോദിസ ഒന്നും കഴിയാത്തതുകൊണ്ട് മാലയൊന്നുമില്ല. അപ്പം ഞങ്ങൾ ചരടാണ് കെട്ടി. ഇപ്പോൾ ചരടിൽ തന്നെ ഞങ്ങൾ കാശ് രൂപം കെട്ടിയിട്ടു. ഇപ്പം വെഞ്ചരിച്ച കാശ് രൂപം കൊളത്തിയിട്ടും ഉടമ്പടി അല്ല, വെഞ്ചരിച്ച കാശ് രൂപം. അപ്പോൾ ആൻറ്റി അത് ഇവിടെ നിന്ന് വാങ്ങി തന്നത് ഞങ്ങൾക്ക് തന്നപ്പോൾ ഞാനത് കുട്ടിയെ ഇടിയിച്ചു. അപ്പം അതിന് ശേഷം ഞങ്ങൾ എപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാനതിൽ പിടിച്ചിട്ട് കുട്ടിയുടെ മേത്ത് അമർത്തിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. ലാസ്റ്റ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോട് പറയും, ഞാൻ നിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണിയെ എനിക്ക് തരാനല്ലേ ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ എൻ്റെ മോനിങ്ങനെ ബ്രെയിനിൽ വന്നേക്കുമ്പോൾ നീ നിൻ്റെ മോൻ്റെ ബ്രെയിനായിട്ട് മാറ്റി വെക്കുക. അവൻ എന്തെങ്കിലും ഒരു കുറവ്, അവൻ്റെ ഞരമ്പുകൾക്ക് ക്ഷതം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഞരമ്പിലൂടെ നിൻ്റെ മകൻ്റെ തിരുരക്തത്തെ ഒഴുക്കി വിട്. ഞാൻ എന്തായാലും ഇവിടെ വരാം മാതാവിനോട് പറഞ്ഞു. എനിക്കാണെങ്കിൽ ധ്യാനം കൂടാൻ സാധിക്കുന്നില്ല. ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിൽ യൂട്യൂബിലുള്ളത്. കുട്ടി ആ നേരത്ത് കരച്ചിൽ എഴുന്നേക്കുന്നത് കാരണം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, പിറ്റേ ആഴ്ച മുതൽ ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയത്ത് ഒരു ശല്യമില്ലാതെ അവൻ കിടന്നുറങ്ങും. ഒരു ശല്യമില്ലാതെ എൻ്റെ മോൻ കിടന്നുറങ്ങും. ഇടയ്ക്ക് എണീറ്റ് പാല് കുടിക്കുകയോ അവൻ കിടന്നുറങ്ങുക. അതിനുശേഷം അവൻ എണീറ്റ് കിടക്കുകയോ അല്ലെങ്കിൽ കരയെ കളിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉടമ്പടി ധ്യാനം നല്ലോണം കൂടാൻ സാധിച്ചു. മാതാവിനെ ഞാൻ അനുഗ്രഹിച്ചു. ഒടുവിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു. അച്ഛനെ കുട്ടിയെ കാണിക്കാം എന്ന് കരുതി അച്ഛനെ കാണിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ കുട്ടിയുടെ അപ്പച്ചനും അമ്മച്ചിയും ആരെങ്കിലും ഒരാൾ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സാക്ഷ്യം പറയാനേ ഞാനിങ്ങോട്ട് വരുള്ളൂ എന്നുള്ളത്. കുഞ്ഞായിട്ട് അവൻ നടന്ന് സാക്ഷ്യം പറയാനേ ഞാനിവിടെ വരുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട് പറയാം, ഹസ്ബൻഡ് വന്ന് ഉടമ്പടി എടുക്കട്ടെ, ഞാൻ കുഞ്ഞിനായിട്ട് സാക്ഷ്യം പറയാൻ ചെന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിന് ജോലിയുടെ പ്രശ്നങ്ങളൊക്കെ കാരണം വരാൻ സാധിച്ചില്ല. കുഞ്ഞിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടും ആൾക്ക് വരാൻ സാധിച്ചില്ല. കുറേ തടസ്സങ്ങൾ വന്നു. ഒടുവിൽ മാമോദിസ കഴിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു ഞാനായിട്ട് തന്നെ വരാം, ഞാനായിട്ട് തന്നെ വന്ന് ഉടമ്പടി എടുക്കാം, കുഴപ്പമില്ല, മാതാവിന് മനസ്സിലാവും എൻ്റെ അവസ്ഥ എന്ന് പറയാൻ അപ്പച്ചൻ്റെ അടുത്ത് ചെന്നപ്പോൾ എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, നീ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞതല്ലേ, കുഞ്ഞിന് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്തോളാം, എൻ്റെയും കൂടി മകനല്ലേ, ഞാൻ ഉടമ്പടി എടുത്തോളാം കുഞ്ഞിന് വേണ്ടി, അവൻ എൻ്റെയും കൂടി കുഞ്ഞാണ്, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പച്ചൻ വന്ന് ഉടമ്പടി എടുത്തു. എല്ലാ ദിവസവും അപ്പച്ചൻ ഉടമ്പടിയുടെ പ്രാർത്ഥന കഴിഞ്ഞ് ചെല്ലുമ്പോൾ കുഞ്ഞിനെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളുടെ പായയിൽ കിടത്തും. അപ്പം ഇവൻ എപ്പോഴും അപ്പച്ചനെ നോക്കി ഇങ്ങനെ കിടക്കും. അപ്പോൾ എല്ലാ പ്രാർത്ഥന കഴിയുമ്പോൾ അപ്പച്ചൻ കാശ് രൂപം കൊണ്ടുവന്ന് അവൻ്റെ നെറ്റിയിൽ മുത്തിച്ച് തൈലം തിരട്ടി എല്ലാ ദിവസവും ഇങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്തിരുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചാഘട്ടത്തിലെ ഓരോ കാര്യങ്ങളും പിന്നീട് അത്ഭുതകരമായിട്ട് ഓരോന്നും നടന്നു. അതായത് പെട്ടെന്ന് അവൻ കമന്ന് വീണു, പെട്ടെന്ന് പിന്നെ അവൻ എണീറ്റ് ഇരിക്കാൻ തുടങ്ങി. ചെറുതായിട്ട് ആദ്യം നീന്തൂലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഡോക്ടർ മോട്ടോർ സ്കിൽസ് അങ്ങനെ അതിൽ ചില കുട്ടികൾ നീന്തില്ല, കുഴപ്പമില്ല, എന്നാലും ഇവനെ ഒന്ന് ട്രൈ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. ഒടുവിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളൊന്നും ചെയ്യാതെ തന്നെ അവൻ തന്നെ നീന്തി, അവൻ ഇരുന്നു, നടന്നു. ഇപ്പോൾ അവൻ നടക്കുന്നുണ്ട്, 1-2 വാക്കുകൾ സംസാരിക്കുന്നുണ്ട്. അവൻ്റെ വളർച്ചാഘട്ടത്തിൽ ഇവർ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഒന്നും അവനില്ല, ഒരു കുഴപ്പമില്ലാതെ എൻ്റെ മകനെ മാതാവ് എനിക്ക് തിരിച്ചു തന്നു. ഇപ്പം ഞാനിന്ന് എൻ്റെ മകന് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 2022 ഏപ്രിൽ 27 ആ EG മുറിയിലിരുന്ന് ഞാൻ പറഞ്ഞ സാക്ഷ്യമാണ്. കൃത്യം ഒരു വർഷം കഴിഞ്ഞ് ഞാൻ മാതാവി അവിടെ വരും, അവിടെ വന്നപ്പോൾ നിൻ്റെ സന്നിധിയിൽ പറയുമെന്ന് പറഞ്ഞ സാക്ഷ്യം ഞാൻ ഇന്നിവിടെ പറയുകയാണ്. ഒരുപാട് എനിക്ക് അനുഗ്രഹങ്ങൾ തന്നു. പിന്നീട് കുഞ്ഞിന് ഞെട്ടൽ ഉണ്ടായിട്ടില്ല, അവന് സുഖമായി ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ട്, യാതൊരു കുഴപ്പമില്ലായിരുന്നു. ആ ഡോക്ടർ ഒടുവിൽ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് തിരിച്ച് ചെന്ന് മരുന്ന് തന്നു. ഞങ്ങൾ മരുന്ന് ചെന്ന് ഡോക്ടറിനോട് നന്ദി പറയാൻ ചെന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, എന്നോടല്ല നന്ദി പറയേണ്ടത്, ശരിക്കും ദൈവത്തിൻ്റെ ഇടപെടലുകൾ നല്ലോണം ഉണ്ട്. കാരണം ഓരോ കുഞ്ഞിൻ്റെയും വളർച്ചാഘട്ടത്തിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഇവിടെ നല്ലോണം നടന്നിട്ടുണ്ട്. കാരണം മരുന്ന് തരാനേ ഞങ്ങൾക്ക് അറിയുള്ളൂ, സൗഖ്യം നൽകുന്നത് ദൈവം തന്നെയാണ്. അപ്പോൾ മാതാവിൻ്റെ വലിയൊരു ഇടപെടൽ ഇവിടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്.
ഡോക്ടറിനെ ഞങ്ങൾ കാണിച്ചത് തന്നെ മാതാവാണ്. കാരണം ഇല്ലെങ്കിൽ ഞങ്ങൾ ആ പഴയ ഡോക്ടറിൻ്റെ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യും. കുഞ്ഞിനത് പറ്റണില്ലെങ്കിലും വേറെ നിവർത്തിയില്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ കൈ കിടന്ന് മരിച്ചു പോകുന്നത് കാണുന്നതിലും നല്ലത് അവന് സൗഖ്യം കിട്ടുന്നതാണെന്ന് കരുതി ആ മരുന്ന് തന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്താണ്. ആ മരുന്ന് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് 2 വയസ്സ് വരെ ആ മരുന്ന് കുട്ടിയുടെ ബ്രെയിനിന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ കിടപ്പ് പാരലൈസായി കിടന്നു പോയേനെ. പിന്നീട് മരിച്ചു പോകാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. അങ്ങനത്തെ മരുന്നായിരുന്നു അവന് കൊടുത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു മിസ്ലീഡ് ചെയ്തതാണ് ശരിക്കും. അപ്പോൾ ഞങ്ങളെ ആ ഒരു ചതിയിൽ നിന്ന് മാതാവ് ഒരുപാട് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ മകനെ തിരിച്ചു തന്നു. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ആ മാതാവ് തന്നെയാണ് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് ആ ഡോക്ടറെ കാണിച്ചു തന്നതും മരുന്ന് തന്നതും എല്ലാം. ഞങ്ങളുടെ മകൻ എന്താണോ വേണ്ടത് അതെൻ്റെ മാതാവ് എനിക്ക് തന്നു. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നു മാതാവ്. പിന്നീട് ഞാൻ ആദ്യം ഉടമ്പടി ഓൺലൈൻ എടുത്ത് 1 മാസത്തിന് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ ആ സെയിം മന്തിൽ തന്നെ എൻ്റെ അനിയത്തിക്കും പെങ്ങളുടെ മോനും വേണ്ടിയിട്ട് ഞാൻ അതിൽ ഒരു നിയോഗം വെച്ചിരുന്നു. അവർക്ക് 2 പേർക്കും ജോലി കിട്ടാനായിട്ട്. അപ്പോൾ അനിയത്തിക്കും പഠിച്ചിറങ്ങി അപ്പം തന്നെ ഒരു MNCയിൽ മൾട്ടിനാഷണൽ കമ്പനി ഇൻഫോസിസിൽ ജോലി കിട്ടി. അതുപോലെ തന്നെ പെങ്ങളുടെ മോനും റിലയൻസിൻ്റെ ഓഫീസിൽ ജോലി കിട്ടി. രണ്ടും മാതാവ് 1 മാസത്തിനുള്ളിൽ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത 1 മാസത്തിനുള്ളിൽ തന്നെ മാതാവ് എനിക്ക് തന്നു. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ടീച്ചറാണ്. അപ്പോൾ ഞാൻ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് KSRTC ഒരു ജീവനക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ജോലിയും കൂടി ഇല്ലാതായാലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. അപ്പോൾ കുഞ്ഞും കൂടി വരുമ്പോൾ ചിലവുകൾ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാതാവിനോട് ഞാൻ ഉടമ്പടിയിൽ പിന്നീട് പുതുക്കിയപ്പോൾ ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു. കുഞ്ഞിൻ്റെ കിട്ടിയപ്പോൾ ഞാൻ അതിൽ മാതാവിൻ്റെ ഞാൻ ഒന്നും കൂടി എഴുതി, മാതാവേ എൻ്റെ ഹസ്ബൻഡിൻ്റെ KSRTCയുടെ ശമ്പള പരിഷ്കരണം കുറേ വർഷങ്ങളായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡ് എപ്പോഴും പറയുമായിരുന്നു അത് വന്നിരുന്നെങ്കിൽ നമ്മൾക്ക് കുറച്ചൊരു തട കിട്ടും എന്ന്. അപ്പോൾ ഞാനപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ശമ്പള പരിഷ്കരണം ഒന്ന് വന്നിരുന്നെങ്കിൽ ഒരു ഇച്ചിരിയെങ്കിലും ഞങ്ങൾക്കൊരാശ്വാസം കിട്ടും. അപ്പോൾ എനിക്ക് ജോലി ഇല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ കുഞ്ഞിനെ സമാധാനമായിട്ട് നോക്കാനുള്ള ശക്തി മാതാവ് എനിക്ക് തരും എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. 10-12 വർഷമായി നിർത്തിയിട്ടിരുന്ന ശമ്പള പരിഷ്കരണം ആ ജനുവരിയിൽ പ്രാബല്യത്തിൽ വന്നു KSRTCയിൽ. അപ്പോൾ അതും മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്.